Hi everyone, welcome to my YouTube channel. I'm Bensi. Our channel name Help Me Lord. ഇന്നത്തെ ഈ വീഡിയോയും ആസ് യൂഷ്വൽ എൻ്റെ ഒരു വ്യൂവറിൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയാണ്. വായ്നാറ്റം എങ്ങനെ അകറ്റാം എന്നുള്ളതായിരുന്നു ചോദ്യം. വായനാറ്റം പല രീതിയിലുണ്ടാകാം. നന്നായി പല്ല് തേച്ചില്ല എങ്കിൽ, ഫുഡ് കഴിച്ചിട്ട് നന്നായി വാ കുപ്പിളിച്ച് കഴിയില്ല എങ്കിൽ, വായുടെ എന്തെങ്കിലും രോഗങ്ങൾ, മോണരോഗങ്ങൾ, ടോൺസിൽ, സൈനസൈറ്റിസ്, പിന്നെ അൾസർ, അസിഡിറ്റി, കോൺസ്റ്റിപ്പേഷൻ ഇവയൊക്കെ വായ്നാറ്റത്തിന് കാരണമാണ്. ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരമാണ് ആദ്യം കാണേണ്ടത്. ഇനി ഇതിനുള്ള ടിപ്സ് പറയുന്നതിന് മുമ്പ് ഡെയിലി നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ ആദ്യം അതിന് മാറ്റം വരുത്തുക. അതായത് ദിവസം 2 നേരം മസ്റ്റായി ബ്രഷ് ചെയ്യുക. പല്ലിൻ്റെ ഉൾഭാഗവും ഇടയ്ക്കും ഒക്കെ നന്നായി ബ്രഷ് ചെയ്യുക. ബ്രഷ് ചെയ്താൽ മാത്രം പോരാ, 2 നേരവും ടങ് ക്ലീനർ കൊണ്ട് നന്നായി നാക്ക് വടിക്കുക. ചിലർ നന്നായി ബ്രഷ് ചെയ്യും, നാക്ക് വടിക്കില്ല. ഇതുവഴി വായനാറ്റം വരുന്നു. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉമിക്കരി ഉപയോഗിച്ച് നന്നായി പല്ല് തേക്കുക. പണ്ടൊക്കെ ഉമിക്കരിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ചില മാർക്കറ്റുകളിലൊക്കെ കിട്ടും. ഇനി ഉമിക്കരി അവൈലബിൾ അല്ല എങ്കിൽ കുരുമുളക് നന്നായി പൊടിച്ചതും ഉപ്പും മിക്സ് ചെയ്ത് പല്ല് തേക്കാം. അതല്ല ഉമിക്കരി ഉണ്ടെങ്കിൽ ഇത് 3 കൂടി മിക്സ് ചെയ്തും പല്ല് തേക്കാം. ഇത് വായിലെ അണുബാധ തടയാൻ വളരെ നല്ലതാണ്. ബ്രഷ് ഇല്ലാതെ തന്നെ കൈവിരൽ കൊണ്ട് തന്നെ തേക്കാൻ ശ്രമിക്കുക. ആഹാരം കഴിച്ച ശേഷം വാ നന്നായി 1-2 മിനിറ്റെങ്കിലും വെള്ളമൊഴിച്ച് കുപ്പിളിച്ച് കഴുകുക. പല്ലിനിടയിൽ കഴിച്ച ആഹാരങ്ങൾ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണിത്. ഇനി പല്ലിനിടയിൽ അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കുത്തി കളഞ്ഞ ശേഷം വാ കുപ്പിളിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ദിവസം കുറഞ്ഞത് 15 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. ഇനി ടിപ്സിലേക്ക് പോകാം. ഇതിൽ ഏതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഫോളോ ചെയ്യുക. ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം ഇതെപ്പോഴും സൂക്ഷിക്കുക. ഗ്രാമ്പു ഇടയ്ക്കിടയ്ക്ക് ചവയ്ക്കുക. ആഹാരശേഷവും അതിനു മുമ്പുമൊക്കെ ഇത് ചവയ്ക്കുന്നത് നല്ലതാണ്. അതിൻ്റെ നീര് ഇറക്കാം. ഇതുവഴി വായ്നാറ്റം മാത്രമല്ല, പല്ലുവേദനയുണ്ടെങ്കിൽ അത് മാറും. അതുപോലെ വായ്പുണ്ണിന് നല്ലൊരു മരുന്നാണ് ഗ്രാമ്പു. ശരീരത്തിലെ ദുർഗന്ധം അകറ്റാനും ശ്വാസത്തിലെ ദുർഗന്ധമൊക്കെ പോകാൻ ഈ ഗ്രാമ്പു ചവയ്ക്കുന്നത് വളരെ നല്ലതാണ്. അസിഡിറ്റി ഇല്ലാതാക്കാനും ഗ്രാമ്പു നല്ലതാണ്. ഈ ജോലിക്ക് പോകുന്നവർ നമ്മുടെ ബാഗിൽ ഗ്രാമ്പു, ഏലക്ക ഇവയൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതാണ്. ഏലക്ക, പെരുംജീരകം ഇവ ആഹാരശേഷം ചവയ്ക്കുന്നത് ശീലമാക്കുക. ഇനി ഈ പെരുംജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് കുടിക്കാനും നല്ലതാണ്. അതുപോലെ തന്നെ ഇതിലിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഗാർഗിൾ ചെയ്യാം. ഇത് നല്ലൊരു മൗത്ത് വാഷാണ്. അതായത് ഏലക്ക, പെരുംജീരകം ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം, ഗ്രാമ്പു, പെരുംജീരകം, കറുകപ്പട്ട അല്ലെങ്കിൽ അതിൻ്റെ ഇല ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച് നമുക്ക് ഗാർഗിൾ ചെയ്യാം. ഇതൊക്കെ മൗത്ത് വാഷിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. രാവിലെ ബ്രഷ് ചെയ്ത ശേഷം 5-6 തുളസിയില ചവച്ചിറക്കി അതിൻ്റെ കൂട്ടത്തിൽ 1 ഗ്ലാസ് വെള്ളവും കുടിക്കുക. ഫുഡിന് ശേഷം ആപ്പിൾ, പേരയ്ക്ക, ക്യാരറ്റ് ഇവ കഴിക്കുന്നത് നല്ലതാണ്. നല്ലപോലെ ഇത് വാഷ് ചെയ്ത ശേഷം ഇത് കട്ട് ചെയ്ത് കഴിക്കാതെ പല്ലുകൊണ്ട് തന്നെ കടിച്ച് മുറിച്ച് തന്നെ കഴിക്കുക. അതുവഴി പല്ലിന് നല്ല ബലവും കിട്ടും. 1 ഗ്ലാസ് വെള്ളത്തിൽ അല്പം നാരങ്ങ നീരോ ഓറഞ്ച് നീരോ ഒഴിച്ച് ഇടയ്ക്കിടയ്ക്ക് വാ കുപ്പിളിച്ച് ഗാർഗിൾ ചെയ്യുന്നത് നല്ലതാണ്. 8-10 തുളസി ഇലയും അല്പം ഉപ്പും കൂടി വായിലിട്ട് ചവച്ചരച്ച് ആ ഇല വായിൽ വെച്ചുകൊണ്ട് തന്നെ 1/2 ഗ്ലാസ് വെള്ളം വായിലൊഴിച്ച് വാ മുഴുവൻ കുപ്പിളിച്ച് കളയുക. അതായത് ഇതിൻ്റെ അർത്ഥം ഇതാണ്: ഈ തുളസി നീര് വാ മുഴുവൻ കഴുകി ക്ലീൻ ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി പേരയിലയുടെ തളിരില 10-15 എണ്ണം എടുത്ത് നന്നായി കഴുകി 2 ഗ്ലാസ് വെള്ളവും 1/2 സ്പൂൺ ഉപ്പും ഇട്ട് നന്നായി തിളപ്പിച്ച് അതിനെ 1 ഗ്ലാസ് ആക്കുക. അതായത് ആ കളറൊക്കെ ഇളകി നല്ല ബ്രൗൺ കളറാകുന്നത് വരെ തിളപ്പിക്കുക. അതിനുശേഷം രാവിലെ ബ്രഷ് ചെയ്ത ശേഷവും രാത്രി ബ്രഷ് ചെയ്ത ശേഷവും മൗത്ത് വാഷ് പോലെ ഗാർഗിൾ ചെയ്ത് കുപ്പിളിച്ച് കളയുക. ഇനി വായനാറ്റം സഹിക്കാൻ പറ്റാത്ത രീതിയിലുണ്ടെങ്കിൽ മാത്രം ഞാൻ ഈ പറയുന്ന ടിപ്പ് പ്രയോഗിക്കുക. ഈ പറയുന്ന അളവിൽ മാത്രമേ ഇത് എടുക്കാവൂ. കാരണം അധികമായാൽ പല്ലിൻ്റെ ഇനാമൽ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡോസ് വളരെ കുറച്ചാണ് ഞാൻ പറയുന്നത്. ഈ ഡോസ് മാത്രം എടുത്താൽ മതി. അതെല്ലാം നിങ്ങൾ അളവ് കൂട്ടി പല്ലിൻ്റെ ഇനാമൽ പോയി എന്ന് പറഞ്ഞ് എന്നോട് പരാതി പറയരുത്. 1 ഗ്ലാസ് വെള്ളത്തിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ,
1/4 ടീസ്പൂൺ, അതായത് ഒരു 1/4 നാരങ്ങാനീരൊഴിച്ച് മിക്സ് ചെയ്ത് രാവിലെയും രാത്രി കിടക്കുന്നതിന് മുമ്പും ഒരു 5 മിനിറ്റ് നല്ല പോലെ ഗാർഗിൾ ചെയ്ത് കുപ്പിളിച്ച് കളയുക. പെട്ടെന്ന് എഫക്റ്റ് കിട്ടുന്ന ഒന്നാണിത്. അപ്പോൾ എല്ലാവരും ഈ ടിപ്സിൽ ഏതെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുക, റിസൾട്ട് അറിയിക്കുക. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടിപ്സ് അറിയാമെങ്കിൽ ഇവിടെ കമൻറ്റായി ഇടുക, അത് മറ്റുള്ളവർക്കും പ്രയോജനമാകും. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.